വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാനേ ഒരു അടിപൊളി ഡിഷായിട്ടാണ് വന്നിട്ടുള്ളത്. അതിനു മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തെ ചെറിയ ബെല്ലൈക്കണും കൂടി അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ബ്ലൂ വെൽവെറ്റ് കേക്കാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടത് കാണണ്ടേ? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു ബൗളിലേക്ക് 200 ml ഒരു കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, മധുരം ക്രമീകരിക്കാനായി ഒരു നുള്ളു ഉപ്പ്, ഇതെല്ലാം കൂടി 3 തവണ നന്നായി അരിച്ചെടുക്കാം. വെള്ളം തന്നെ ഒന്നുമില്ലാത്ത ഒരു പാത്രത്തിലേക്ക് 2 പൊട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇത് ഞാനിങ്ങനെ ബീറ്റർ വെച്ചിട്ടോ ബീറ്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് മിക്സി വെച്ചിട്ടോ വിസ്ക് വെച്ചിട്ടോ എങ്ങനെയാ വെച്ചാൽ ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ബീറ്റ് ചെയ്തെടുക്കില്ലേ, മിക്സി വെച്ചിട്ടായാലും ബീറ്റ് ചെയ്തെടുക്കില്ലേ. അപ്പോൾ അതിനൊന്നും വെള്ളം നനവ് പാടില്ല കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ക്രീം പരുവത്തിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ മുട്ട നന്നായി ക്രീം പരുവത്തിൽ വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ്, ഇതിലേക്ക് ഒരു 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര, അത് കുറേശ്ശെ ഇട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ മുട്ട കണ്ടോ, ക്രീം പരുവത്തിൽ ഞാൻ അടിച്ച് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് സൺഫ്ലവർ ഓയിലാട്ടോ. നമ്മുടെ മുട്ടയുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ അരിച്ചു വെച്ച മിക്സ് ഇല്ലേ, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെ ഇട്ടാൽ അപ്പം അതല്ലേ നമ്മൾ ആ പൊങ്ങി വന്ന അപ്പം അത് താഴത്തേക്ക് പോവാത്ത വിധം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കണം. കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോൾ കഴിഞ്ഞിട്ട് കുറച്ച് പാലും കൂടി അതിൻ്റെ കൂടെയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് അങ്ങ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കരുത്. കുറച്ച് പാല് മാറ്റി വയ്ക്കണം, അത് നമുക്ക് ലാസ്റ്റ് ഒഴിക്കാനായിട്ടാണ്. ഇനി ബാക്കി പാലും കൂടി ചേർത്ത് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബ്ലൂ കളറിൻ്റെ ലിക്വിഡ് കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മിക്സ് റെഡി. ഇനി ഇത് നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കേക്കിൻ്റെ ബാറ്റർ ഞാൻ ഇവിടെ ആ കേക്കിൻ്റെ ടിന്നിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കുക. ഇതിൻ്റെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാനായിട്ടാണ് നമ്മൾ ടാപ്പ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിനെ 30 മിനിറ്റ് നേരം നമുക്ക് വേവിച്ചെടുക്കാം. നമ്മുടെ കേക്ക് ഇതാ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് തണുത്തതിന് ശേഷം ഞാൻ 3 ലെയറാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. 1 കപ്പ് വിപ്പിംഗ് ക്രീം നന്നായിട്ട് ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് ആദ്യം ഞാൻ കേക്കിൻ്റെ അടിയിൽ കിട്ടുന്ന ചട്ടയല്ലേ, ചട്ട എടുത്ത് ടേൺ ടേബിളിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ 3 ലെയറാക്കി വെച്ച കേക്കിൻ്റെ 1 ലെയർ വെച്ച് കൊടുക്കാം. ഇനി കേക്കിൻ്റെ മുകളിലേക്ക് സുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മുടെ കേക്കിലേക്ക് ക്രീം തേച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ അടുത്ത ലെയറും ചെയ്തെടുക്കാം. 3 ലെയറും വെച്ചെടുത്ത് ഞാനിത് കേക്കിനെ ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് 10 മിനിറ്റ് നേരം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അതിനുശേഷം ഫൈനൽ കോട്ടും അതുപോലെ തന്നെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഫ്രിഡ്ജിൽ വെച്ച് 10 മിനിറ്റ് നേരം കഴിഞ്ഞപ്പോൾ ഞാനത് എടുത്തിട്ട് ഫൈനൽ കോട്ടും അതുപോലെ തന്നെ 2 പൂവൊക്കെ വരച്ച് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ അടിപൊളി ബ്ലൂ വെൽവെറ്റ് കേക്ക് റെഡി. ഞങ്ങളുടെ ബ്ലൂ വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായോ? ഇത് കടയിൽ നിന്ന് വലിയ വില കൊടുത്തിട്ടൊന്നും വാങ്ങേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഞങ്ങളുടെ ഈ ബ്ലൂ വെൽവെറ്റിൻ്റെ റെസിപ്പി ഇല്ലേ, എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണേ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തെ ചെറിയ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ വരേക്കും ബൈ ബൈ.